ഇന്ന് ഞാനിവിടെ നല്ലൊരു ചീരത്തോരനാണ് തയ്യാറാക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയോടുകൂടി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ തണുപ്പ് സമയമാകുമ്പം വളരെയധികം കിട്ടുന്ന ഒന്നാണ് ഈ ചുമന്ന ചീര. എല്ലാ ചീരകളും കിട്ടും. ചുമന്ന ചീര സ്പെഷ്യലി നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ മാർക്കറ്റിൽ ചെന്നപ്പം നല്ല വിലക്കുറവിന് ചീര കൊടുക്കുന്നുണ്ട്. 10 രൂപയ്ക്ക് ഒരു കവർ നിറച്ച് കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് 10 രൂപയ്ക്ക് 1/2 കിലോ എന്ന് തോന്നുന്നു. അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ ഇവിടുത്തെ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പം ഇതുപോലെ അവർ ഒരുക്കിയിട്ടേക്കുന്ന ചീരയുണ്ട്, അല്ലാതെ തണ്ടോട് കൂടിയുള്ളതും ഉണ്ട്. പക്ഷേ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടി ലാഭവും അതുമല്ല എളുപ്പം കാര്യം കഴിഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരുക്കിയിട്ടേക്കുന്ന കുറേ ചീരയാണ് വാങ്ങിച്ചത്. പുഴുവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാനെല്ലാം നോക്കി അത് കഴുകിയെടുത്തു. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ഇതൊന്ന് അരിഞ്ഞെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എല്ലാം കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ച് ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് അരിയാൻ പറ്റും ഇങ്ങനെ. പക്ഷേ ഇവിടുത്തുകാരൊക്കെ ഇങ്ങനെയൊന്നും അരിയത്തില്ല കേട്ടോ. അവർ ഈ പിച്ചാത്തി തിരിച്ചു പിടിച്ചിട്ട് കണ്ടിച്ച് മുറിച്ചൊക്കെ എടുത്തേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് അരിയുന്ന പോലൊന്നും ഇവിടുത്തുകാരരിയത്തില്ല. ഇവരുടെയൊക്കെ കറികൾ പ്രത്യേക വേറെ രീതിയിലൊക്കെയാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്നും നമുക്കറിയത്തില്ല. ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തു. പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളി ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ തോരൻ വെക്കുന്നത് അതേപോലെ തന്നെ. പിന്നെ ഇലത്തോരനൊക്കെ വെക്കുമ്പോൾ എപ്പോഴും തേങ്ങ ചതച്ച് ചേർക്കാറുള്ളത്. അങ്ങനെ ഇടത്തില്ല. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിവിടെ മസാലയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഉള്ളി ചേർത്ത് കൊടുത്തു. എന്നും പറയുന്ന പോലെ ചുമന്നുള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് സവാള ഉള്ളി ചേർത്തു. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചക്കക്കുരു കിട്ടാൻ യാതൊരു വഴിയുമില്ലായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് ചക്കക്കുരു കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ടേസ്റ്റായിരുന്നു. ചക്കയൊക്കെ ഇവിടെ ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ചക്കക്കുരു കിട്ടാൻ ഒരു വഴിയില്ലാഞ്ഞതുകൊണ്ട് ചീര മാത്രമാണ് ഇന്ന് ഞാൻ തോരൻ വെക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വഴന്ന് കഴിയുമ്പം നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾ, ഇത്രയല്ലേ, അത് ഒന്ന് ചതച്ചെടുത്ത് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കിങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അടച്ചു വെച്ച് കഴിയുമ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വെള്ളം ഇറങ്ങും തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അടച്ചു വെച്ചില്ല. ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ നല്ല തീയിൽ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം.